ഹലോ, ത്രൂ ഹോളിലെയും ബ്ലൈൻഡ് ഹോളിലെയും ഡ്രിൽ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്ക നിർമ്മാണ പ്രക്രിയയിലും പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഹോളുകൾ ഡ്രിൽ ചെയ്യുന്നത്. നമുക്കിപ്പോൾ സെഷൻ തുടങ്ങാം. ഇപ്പോൾ നമുക്ക് ഈ സെഷൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പഠിക്കാം. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാൻ കഴിയും. ഹോളുകളുടെ ഇനങ്ങൾ നിർവചിക്കുകയും പട്ടികപ്പെടുത്തുകയും ചെയ്യുന്നതിന് വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഡ്രിൽ ഹോൾ സെൻറ്ററുകൾ അടയാളപ്പെടുത്തുന്നതിന്, ഡ്രില്ലിംഗ് മെഷീനിൽ ശരിയായ സ്പിൻഡിൽ വേഗത സജ്ജമാക്കുന്നതിന്, ഡ്രോയിങ് അനുസരിച്ച് ത്രൂ ഹോൾ ഡ്രിൽ ചെയ്യുന്നതിന്, ബ്ലൈൻഡ് ഹോൾ ഡ്രിൽ ചെയ്യാൻ ഡെപ്ത് ബാർ സജ്ജമാക്കുന്നതിന്, ഡെപ്ത് സ്റ്റോപ്പുകൾ ഉപയോഗിച്ച് ആവശ്യമുള്ള ആഴത്തിൽ ബ്ലൈൻഡ് ഹോളുകൾ ഡ്രിൽ ചെയ്യുന്നതിന്. നമുക്കാദ്യം ഹോൾ എന്തെന്നും അതിൻ്റെ ടൈപ്പുകളും നോക്കാം. ഒരു പ്രത്യേക മാധ്യമത്തിലേക്കോ സാധാരണയായി ഒരു ഉറച്ച വസ്തുവിലൂടെയോ ഉള്ള ഒരു ദ്വാരമാണിത്. രണ്ട് തരം ദ്വാരങ്ങളാണ് ഉള്ളത്: ബ്ലൈൻഡ് ഹോളും ത്രൂ ഹോളും. ബ്ലൈൻഡ് ഹോൾ വർക്ക് പീസിൻ്റെ മറുവശത്തേക്ക് കടക്കാതെ ഒരു നിർദ്ദിഷ്ട ആഴത്തിൽ ഡ്രിൽ ചെയ്യുന്നത് ആണിത്. ത്രൂ ഹോൾ പൂർണ്ണമായും വർക്ക് പീസിലൂടെ കടന്നു പോകുന്നതാണ് ഒരു ത്രൂ ഹോൾ. ഇപ്പോൾ നമുക്ക് ത്രൂ ഹോളുകൾ ഡ്രിൽ ചെയ്യുന്നതിൻ്റെ പ്രക്രിയ പഠിക്കാം. 3 ഘട്ടങ്ങൾ ഉൾപ്പെടുന്നതാണ് ത്രൂ ഹോളുകൾ ഡ്രിൽ ചെയ്യൽ. ഘട്ടം 1 വർക്ക് പീസ് തയ്യാറാക്കൽ. ഘട്ടം 2 ഹോളുകൾ ഡ്രിൽ ചെയ്യൽ. ഘട്ടം 3 വർക്ക് പീസ് പരിശോധനയും വിലയിരുത്തലും. ഹോൾ ചെയ്യാനുള്ള വർക്ക് പീസ് തയ്യാറാക്കലാണ് ആദ്യ ഘട്ടം. അതിനായി നമ്മൾ ആദ്യം സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് അസംസ്കൃത വസ്തുക്കളുടെ അളവ് പരിശോധിക്കും. വർക്ക് പീസ് 60 × 19 മില്ലിമീറ്റർ വലിപ്പത്തിലേക്ക് ഫയൽ ചെയ്യുകയും വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് വലിപ്പം പരിശോധിക്കുകയും ചെയ്യുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് ഫ്ലാറ്റ്നെസ്, സ്ക്വയർനെസ് എന്നിവ പരിശോധിക്കുക. ആവശ്യമായ അളവുകളുടെ വർക്ക് പീസ് ഓപ്പറേഷന് തയ്യാറാണ്. ഡ്രോയിങ് പ്രകാരം മാർക്കിംഗ് മാധ്യമം പ്രയോഗിക്കുകയും വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഡ്രിൽ ചെയ്ത ഹോളിൻ്റെ മധ്യഭാഗങ്ങൾ അടയാളപ്പെടുത്തുകയും ചെയ്യുക. ഹോളുകൾ ഡ്രിൽ ചെയ്യുന്നതാണ് അടുത്ത ഘട്ടം. സെൻറ്റർ പഞ്ച് ഉപയോഗിച്ച് ഡ്രിൽ ചെയ്യേണ്ട ഹോളുകളുടെ മധ്യഭാഗത്ത് പഞ്ച് ചെയ്യുക. വർക്ക് ഡ്രില്ലിംഗ് മെഷീൻ വൈസിൽ വെച്ച് ചെയ്യുക. പഞ്ച് ചെയ്ത സ്ഥലത്ത് സെൻറ്റർ ഡ്രിൽ ചെയ്യുക. ചക്കിൽ വ്യാസം 6 മില്ലിമീറ്റർ ഡ്രിൽ ശരിയാക്കി ത്രൂ ഹോളുകൾക്കും ബ്ലൈൻഡ് ഹോളുകൾക്കുമായി പൈലറ്റ് ഹോളുകൾ ഇടുക. ഡ്രോയിങ് പ്രകാരം വ്യാസം 8.5 മില്ലിമീറ്റർ ഡ്രിൽ ശരിയാക്കി ത്രൂ ഹോളുകൾ ഇടുകയും ചെയ്യുക. ഡയമീറ്റർ 6 mm, 8.5 mm, 10.5 mmൻ്റെയും ഡ്രില്ലുകൾ ഓരോന്നായി എടുത്ത് 14 mm ആഴത്തിലുള്ള ഹോളുകൾ ഡ്രിൽ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡ്രില്ലിംഗ് പ്രക്രിയ പൂർത്തിയാക്കി. വർക്ക് പീസ് പരിശോധിക്കുകയും വിലയിരുത്തുകയുമാണ് അവസാന ഘട്ടം. ഇതിനായി തുറന്ന പ്രതലം ഫയൽ ചെയ്യുകയും ഡീബർ ചെയ്യുകയും ചെയ്യുക. വെർനിയർ കാലിപ്പറിൻ്റെ സഹായത്തോടെ വലിപ്പം പരിശോധിക്കുക. എണ്ണ ഉപയോഗിച്ച് ഒരു നേർത്ത ആവരണമുണ്ടാക്കി മൂല്യനിർണ്ണയത്തിനായി സൂക്ഷിക്കുക. ഇനി നമുക്ക് ഡെപ്ത് സ്റ്റോപ്പ് അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് പഠിക്കാം.
ഡ്രില്ലിംഗ് സമയത്ത് ബ്ലൈൻഡ് ഹോളുകളുടെ കട്ടിങ്ങിൻ്റെ ആഴം ക്രമീകരിച്ചും ത്രൂ ഹോളുകൾ ഇടുന്ന സമയത്ത് ഉപകരണം മെഷീൻ വൈസിനുള്ളിൽ ഡ്രിൽ ചെയ്യുന്നത് ഒഴിവാക്കിയും ടൂളിൻ്റെ നീക്കം നിയന്ത്രിക്കുന്നത് അത്യാവശ്യമാണ്. സ്പിൻഡിലിൻ്റെ താഴേക്കുള്ള ചലനം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഡെപ്ത് സ്റ്റോപ്പ് അറേഞ്ച്മെൻ്റാണ് മിക്ക യന്ത്രങ്ങളിലും നൽകിയിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഒരു ബ്ലൈൻഡ് ഹോൾ തുരക്കാൻ ഡെപ്ത് സ്റ്റോപ്പ് അറേഞ്ച്മെൻറ്റ് എങ്ങനെ സജ്ജീകരിക്കാമെന്ന് പഠിക്കാം. ആദ്യം വർക്കിനുള്ള വസ്തു മെഷീൻ വൈസിൽ ഘടിപ്പിച്ച് ഹോൾ ശരിയായി കേന്ദ്രീകരിക്കുകയും ഡ്രില്ലിംഗ് ആരംഭിക്കുകയും പൂർണ്ണവ്യാസം രൂപപ്പെടുന്നതുവരെ അത് ഡ്രിൽ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ഇൻറ്റേർണൽ റീഡിംഗ് ശ്രദ്ധിക്കുക. തുരക്കേണ്ട ബ്ലൈൻഡ് ഹോളിൻ്റെ ആഴത്തിനോട് ഇനീഷ്യൽ റീഡിംഗ് ചേർക്കുക. ഇനീഷ്യൽ റീഡിങ്ങിൻ്റെയും ഹോളിൻ്റെ ആഴത്തിൻ്റെയും ആകെത്തുകയാണ് ക്രമീകരണം. സ്കെയിൽ ഉപയോഗിച്ച് ആവശ്യമായ ക്രമീകരണത്തിന് അടുത്തുള്ള സ്റ്റോപ്പ് ക്രമീകരിക്കുക. ക്രമീകരണത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് തടയാൻ ലോക്ക് നട്ട് ശക്തമാക്കുക. മെഷീൻ സ്റ്റാർട്ടാക്കി ഡ്രില്ലുകൾ ഘടിപ്പിക്കുക. സ്റ്റോപ്പ് നെറ്റ് ആമിലെത്തുമ്പോൾ ആവശ്യമായ ആഴത്തിൽ ബ്ലൈൻഡ് ഹോൾ തുളയ്ക്കുന്നു. ഡ്രില്ലിംഗ് സമയത്ത് കട്ടിംഗ് ഫ്ലൂയിഡിലൂടെ ഹോളിൽ നിന്നും പുറന്തള്ളേണ്ട ചിപ്പുകളെ നീക്കുന്നതിനായി ഫീഡ് ഹാൻഡിലിൽ നിന്നും ഇടയ്ക്കിടെ ഡ്രില്ല് മാറ്റുക. നമുക്ക് ഡ്രില്ലിംഗ് സമയത്ത് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്തെന്ന് പഠിക്കാം. എപ്പോഴും ഡ്രില്ലിങ്ങിൻ്റെ വലിപ്പത്തിന് അനുയോജ്യമായ സ്പിൻഡിൽ വേഗത തിരഞ്ഞെടുക്കുക. എല്ലായ്പ്പോഴും വലിയ ദ്വാരങ്ങൾ ഡ്രിൽ ചെയ്യുന്നതിന് മുമ്പ് സെൻറ്റർ അല്ലെങ്കിൽ പൈലറ്റ് ഡ്രില്ല് ഉപയോഗിക്കുക. ഡ്രിൽ ഒരിക്കലും വൈസിലേക്ക് ഡ്രിൽ ചെയ്ത് കയറ്റരുത്. ഡ്രിൽ ചക്കിന് അകത്തേക്ക് ഡ്രിൽ സുരക്ഷിതമായി ഘടിപ്പിക്കുക. സ്പിൻഡിലിൽ നിന്നും ഡ്രിൽ ചക്കും ടേപ്പർ ഷാങ്ക് ഡ്രില്ലും നീക്കം ചെയ്യാൻ ഡ്രിഫ്റ്റ് ഉപയോഗിക്കുക. ഡ്രിഫ്റ്റ് തറയ്ക്കാൻ മാലറ്റ് ഉപയോഗിക്കുക. നിങ്ങളുടെ വെറും കൈയാൽ ചിപ്പുകൾ നീക്കം ചെയ്യരുത്. പകരം ഒരു ബ്രഷ് ഉപയോഗിക്കുക. മെഷീൻ പ്രവർത്തിക്കുമ്പോൾ വേഗത മാറ്റാൻ ശ്രമിക്കരുത്. പുനരാഖ്യാനം നമ്മൾ പഠിച്ചത് ഹോളുകളുടെ ഇനങ്ങൾ ലിസ്റ്റ് ചെയ്തുകൊണ്ട് നിർവചിക്കൽ, ഡ്രിൽ ഹോൾ സെൻറ്ററുകൾ അടയാളപ്പെടുത്തൽ, ഡ്രില്ലിംഗ് മെഷീനിൽ ശരിയായ സ്പിൻഡിൽ വേഗത സജ്ജമാക്കൽ, ഡ്രോയിങ് അനുസരിച്ച് ത്രൂ ഡ്രിൽ ചെയ്യൽ, ബ്ലൈൻഡ് ഹോൾ ഡ്രിൽ ചെയ്യാൻ ഡെപ്ത് ബാർ സജ്ജമാക്കൽ, ഡെപ്ത് സ്റ്റോപ്പുകൾ ഉപയോഗിച്ച് ആവശ്യമുള്ള ആഴത്തിൽ ബ്ലൈൻഡ് ഹോളുകൾ ഡ്രിൽ ചെയ്യൽ. അങ്ങനെ ഇത്രയുമാണ് ത്രൂ ഹോളിനെക്കുറിച്ചും ബ്ലൈൻഡ് ഹോളിനെക്കുറിച്ചും ഉള്ളത്. നിങ്ങൾക്ക് എല്ലാ ആശയങ്ങളും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം.